എല്ലാരും പറയുന്നത് അടിച്ചു പൊളിക്കാനെന്നാണ്. എടാ ചെറുപ്പക്കാരാ, നീ എപ്പോഴും പറയുമല്ലോ ഉസ്താദേ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാ. ആരാടാ പറഞ്ഞത് ആസ്വദിക്കാനാണെന്ന്? ഈ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? പടച്ചവനെ അല്ലടാ ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് പോലെ നിനക്ക് ജീവിക്കാനുള്ളതല്ല, നിനക്ക് തിന്നാനുള്ളതല്ല, നിനക്ക് ആസ്വദിക്കാനുള്ളതല്ല. ഇഷ്ടമുള്ളത് തിന്ന് കുടിച്ച് ആസ്വദിച്ചും മതിമറന്ന് നടക്കാനല്ല അല്ലാഹു ശ്രദ്ധിച്ചിരിക്കുന്നത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ, അല്ല പറയുന്നത് പോലെ ജീവിക്കാനാ. അല്ലാതെ നിനക്ക് തിന്നാനും തന്ന് ധരിക്കാനും തന്ന് ഈ ആകാശത്തിന്റെ മുകളില് ഈ ഭൂമിയുടെ മുകളില് അല്ലാഹു നിനക്ക് സർവ്വതും തന്നിട്ട് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് പോലെ നടക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സഹോദരാ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യ്, അല്ലാഹുവിനെ വഴിപ്പെട്. നീ അടിമയാണ്, നീ അടിമയാണ്, യജമാനൻ അല്ലാഹുവാണ്. നിന്റെ യജമാനൻ എന്തു പറയുന്നോ അതുപോലെ വേണം നീ അനുസരിക്കാൻ. എന്തു പറഞ്ഞാലും അനുസരിക്കണം, എന്തു പറഞ്ഞാലും അനുസരിക്കണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം സുഖിക്കാനുള്ളതല്ല. ആസ്വദിക്കലും സുഖിക്കലുമൊക്കെ സ്വർഗത്തിലാടാ ചെറുപ്പക്കാരാ, ദുനിയാവിലല്ല. ദുനിയാവിൽ നീ യാത്രക്കാരനാണ്. പടച്ചവനെ, മാനന്തവാടിയിൽ നിന്ന് കഥ നീ വയനാട്ടിലേക്ക് അല്ലെങ്കിൽ കൽപ്പറ്റയിലേക്ക് നീ പോകാൻ ബസുകാത്തു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ പേടിക്ക്, ഇബാദത്തുകൾ ചെയ്യ്, നന്മകൾ ചെയ്യ്. 2023 വിട പറയാൻ ഇനി മണിക്കൂറുകൾ തികച്ചില്ല സഹോദരാ. നീയൊന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ ആയുസ്സിലെ ഒരു കൊല്ലം വിട പറയുകയാ, ഒരു കൊല്ലം വിട പറയുകയാ, 365 ദിവസം വിട പറയുകയാണ്. എന്ത് നേടിയടാ മോനെ, എന്ത് നേടി ചെറുപ്പക്കാരാ, എന്ത് നേടി പെങ്ങളെ? ആഖിറത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? മരണത്തിലേക്ക് നീ ഒരു കൊല്ലം അടുത്തിരിക്കുകയാണ്. സിറാജ് മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തു. അസ്റായിലിനെ കാണാൻ സമയം അടുത്തിരിക്കുകയാണ്. എന്ത് നേടിയടോ, എന്ത് നേടിയടോ? വിലയിരുത്ത്. ഹസിബൂ ഖബല അൻ തുഹാസബൂ. ആ വിചാരണ വരുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യ്. ഒരു വയസ്സുകൂടെ നിനക്ക് കൂടുകയാണ്. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തണമല്ലോ, നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തണമല്ലോ. അതുകൊണ്ട് സഹോദരാ, മോനെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. നിസ്കാരത്തിന്റെ കാര്യത്തില് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്വലാ, ഹയ്യ അലൽ ഫലാ, അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ മോനെ പിന്നെ സമാധാനമില്ലടാ. പിന്നെ പള്ളിയാണ്, പള്ളിയാണ്, പള്ളിയാണ്. നിസ്കരിക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം. കളയാക്കരുത്, കളയാക്കരുത്. നിസ്കാരം, നിസ്കാരം, ഈ ചിന്തയാണ് നിനക്ക് വേണ്ടത്. പക്ഷേ മടിയാ സഹോദരാ, ഈ ഒരു കൊല്ലത്തില് എത്ര റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, എത്ര വഖത്ത് കളയാക്കിയിട്ടുണ്ട്, എത്ര ജമാഅത്ത് കളയാക്കിയിട്ടുണ്ട്? നീ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കാരണമില്ലാതെ, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയാ, ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയാ, അവന് കാഫിറാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല, അതിന്റെ ഗൗരവമാണ്, അതിന്റെ ഗൗരവമാണ്. മഹാനവറുകൾ പറയുകയാ, അവന്റെ ആഖിബത്ത് മോശമാകും. ഒരു വഖത്ത് നിസ്കാരം ഇന്നത്തെ ദിവസം സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്താ കാരണം? എന്താണ് കാരണം? കാരണമില്ലാതെ മുടക്കിയാൽ എന്താ കാരണം?
എടോ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? എങ്ങനെ നിസ്കരിക്കണം? ഇരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? കിടക്കണം. ഓരോ ഫിഖിന്റെ പണ്ഡിതന്മാര് പറയുന്നു, കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കണം, അതിന് പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. അപ്പം മരിക്കാൻ കിടക്കുന്നവനും നിസ്കാരം നിർബന്ധമാണ്. തുണിയുള്ളവൻ ഉള്ളതുടുത്ത് നിസ്കരിക്കണം. ഇല്ലയോ, നഗ്നനായിട്ട് നിസ്കരിക്കുക. ഡ്രസ് ഉണ്ടോ? ഉള്ളത് വെച്ച് നിസ്കരിക്കുക. ഇല്ലേ, ഒന്നു വിടണ്ട, നിസ്കരിക്കുക. ഒന്നുണ്ടോ? വെള്ളമുണ്ടോ? ഒന്നുവെടുത്തിട്ട് നിസ്കരിക്കുക. ഇല്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയമം ചെയ്യും. കിബില അറിയുമോ? കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കുക. ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്കുക. ഖുർആൻ ഓതാൻ അറിയുമോ? അറിയുമെങ്കിൽ ഓതി നിസ്കരിക്കുക. അറിയില്ലേ, വേണ്ട, ഓതണ്ട, നിസ്കരിക്കുക. എന്നാലും നിസ്കാരം മുടക്കാൻ പാടില്ല. പക്ഷെ നമ്മളോ നമ്മുടെ മരണം മോശമായി പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്താ ഇത്ര മടിയെന്ത് നിസ്കരിക്കാൻ? 24 മണിക്കൂറും പള്ളിയിൽ പോയിരിക്കാൻ അല്ല പറഞ്ഞു? ഇല്ല. 5 മിനിറ്റ്. സുബഹി 2 റക്അത്ത്, ളുഹർ 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ഇശ 4 റക്അത്ത്. എടാ, ഈ ഫർളൊന്ന് നിസ്കരിക്കുക. 25 മിനിറ്റ് അല്ലേ അല്ല ചോദിച്ചുള്ളൂ. അത് പല സമയങ്ങളിലായിട്ട്. പക്ഷെ വയ്യ, അത് പോകില്ല. ചെറുപ്പക്കാരാ, പള്ളി ബാങ്ക് വിളിക്കുന്നതാ. മുഅദ്ദിനിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാ? ബാങ്ക് വിളിക്കാൻ. അയാളുടെ ജോലി ചെയ്യുന്നു, എനിക്കെന്താ? എടാ, നിസ്കരിക്കുന്നതാ ഉസ്താദ്, അയാളുടെ പണി നടത്തുന്നു, എനിക്കെന്ത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയാവോ? നിസ്കരിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്ത് സഹോദര, ഖുർആൻ ഓതാത്ത എന്താ? എടാ, നിസ്കരിക്കുന്നവൻ ഒരു മനുഷ്യൻ കൊടുക്കുന്ന പ്രതിഫലം നിനക്ക് എന്തു വേണോ അത് അല്ല തരും. ഈ ദുനിയാവിൽ എന്താ നിങ്ങൾക്ക് വേണ്ടത്? തിന്നാൻ ഭക്ഷണം വേണം, അള്ളാഹു നൽകുമാറാകട്ടെ. എന്ത് വേണം? ജോലിക്ക് പോകുന്നത് എന്തിനാ? കഷ്ടപ്പെടുന്നത് എന്തിനാ? ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കാനല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? അല്ലേ? ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണ്ടേ? അതിനാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ തിന്നാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പൊന്നാര സഹോദര, അല്ല പറയുകയാ, നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയാ, ആര് തരാന്ന്? അല്ല പറയുകയാ, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു നമുക്ക് നൽകട്ടെ. അല്ല എങ്ങനെ തരാന്ന് പറഞ്ഞാൽ തരുവോ? അള്ളാഹു തരാമെന്ന് പറഞ്ഞാൽ തരുവോ? പറ മനുഷ്യന്മാരെ, തരുവോ? അള്ളാഹു ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ തരും. അള്ളാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? അള്ളാഹു പറയുകയാ, നീ നിസ്കരിച്ചാ മതി. നീ നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും, നിനക്കും നിന്റെ കുടുംബത്തിനും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ല പറയുന്നു, 5 നേരം നീയും നിന്റെ കുടുംബവും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ഉറക്കപ്പുറ, ആര് തരും? എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങൾ ആരെങ്കിലും ആണോ? ഈ നാട്ടിലെ കോടീശ്വരനാണോ? പൈസ ഉള്ളവനാണോ? അല്ല. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ. എന്തേ മനുഷ്യൻ ഇരിക്കണ മനുഷ്യനാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആരാ? നിങ്ങൾക്ക് എന്താ ഒരു മടി? ഉള്ളത് പറയാനൊരു മടി. ആരാ നല്ല ഭക്ഷണം കഴിക്കുന്നത്? ഉസ്താദ്. അൽഹംദുലില്ലാ, അസൂയ വെച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? പള്ളിയിലെ ഉസ്താദന്മാര്. അവര് പറയുന്നത് ഇറച്ചി വേണ്ടെന്ന, കൊളസ്ട്രോള് കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്.
ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ മുത്തലിങ്ങൾ, കേട്ടോടാ നിങ്ങളൊക്കെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാടാ? ഉസ്താദന്മാര്. ഇപ്പൊ സാമ്പാറും ചോറും തിന്നാം, കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഉള്ളതൊക്കെ തിന്നോ, നല്ല ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ ഉസ്താദിന്റെ ഭാര്യ അറിയാമെങ്കിൽ ചോദിക്കണം കേട്ടോ. വയത് കേൾക്കുന്ന പെണ്ണുങ്ങൾക്ക് ഉസ്താദന്മാരുടെ കല്യാണാലോചന വന്നപ്പോ പറയോ, ഉസ്താദോ ഒമ്പോ വേണ്ട വാപ്പ ഫർദ ഇടണം. ശമ്പളം ഇല്ല ഉസ്താദിന്, പാവം. ഉസ്താദിന് തുച്ഛമായ ശമ്പളം, ഉസ്താദിന്റെ കൂടെ കൂടിയ ഫർദ ഇടണം, ബൈക്കിൽ കറങ്ങാൻ പറ്റൂല, പാവം. എന്നിട്ട് കോടീശ്വരനെ കെട്ടിയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ വലിയ കാശുകാരന്മാരെ കെട്ടിയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങുന്ന ആളാരാ? ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? പള്ളി ഒരു ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം എത്ര നിങ്ങൾക്ക് അറിയാവോ? ഒരു ഉസ്താദിന് ഒരു ദിവസത്തെ ശമ്പളം എത്രയാ നിങ്ങൾക്ക് അറിയാവോ? അള്ളാഹു ഏലം പടച്ചവനെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഉസ്താദ് ബാങ്കിൽ കൊണ്ടിടുന്നുണ്ടെന്നാ പറയുന്ന ബാലൻസ് മാസാമാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവാണ് പറഞ്ഞത്, വഉമുറു അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുന്നു, സിറാജേ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഹലാലായ ഭക്ഷണം ഞാൻ തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നലെ എനിക്ക് കാസർഗോഡ് അതിഞ്ഞാലായിരുന്നു വയത്. ഇന്നലെ എനിക്ക് അവിടെ ആയിരുന്നു ഭക്ഷണം. ഇന്ന് ഒരു ചങ്ങാതിയുടെ വീട്ടിലായിരുന്നു. ഇവന്റെ വീട്ടിലടാ, അവന്റെ പേരെന്താ? യാസിർ. അൽഹംദുലില്ലാ, അവൻ എന്നെ കാത്തിരുന്നതാ. അവന്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് 3-4 അപ്പവും ഇത്തിരി ചോറ് അല്ലേ. ഇന്നെനിക്ക് ഇവിടെ ആയിരുന്നു ഭക്ഷണം. നാളെ എനിക്ക് എവിടെ, അള്ളാഹു ആയാലും എനിക്കറിയില്ല. നാളെ എൻ്റെ നാട്ടില. അപ്പൊ എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എൻ്റെ റബ്ബ് തരുന്നുണ്ട്. എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ച ആര് ഭക്ഷണം തരും? ആര് തരും? ജോലിക്ക് പോണോ? ജോലി ഉണ്ടോ ഇല്ലയോ എന്തുമാകട്ടെ, റബ്ബ് തരും ഭക്ഷണം. നിസ്കരിച്ചാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്. നിസ്കരിക്കുന്നവരൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാരും കൈപൊക്കി, എല്ലാരും നിസ്കരിക്കും. സമയത്ത് നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? സമയത്ത് കൈവക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് ശശിയാവാൻ വയ്യ, ഇതിനെ നാണം കിടന്ന്. എടാ, സമയത്ത് നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? ഇരിക്കുന്ന പെണ്ണുങ്ങൾ മുഴുവനും നിസ്കരിക്കുന്നവരാ. ലൊഹർ നിസ്കരിക്കുന്ന എപ്പോഴാ? 12:30 ആകുമ്പോൾ മുഅദ്ദിൻ ബാങ്ക് വിളിക്കും. ഇത് സാമ്പാറിന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക. മീൻ വെട്ടണം, പാത്രം കഴുകണം, ചോറ് വെക്കണം, കറി വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. 2:45 ആകുമ്പോൾ ഒരു പോക്കുണ്ട് ലൊഹർ നിസ്കരിക്കാൻ. ഏത് മദ്ഹബാണെന്നൊന്നും ചോദിക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? ഉറക്കപ്പറ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ വാപ്പ ഒന്ന് കൈവക്കിക്ക്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വാപ്പയ്ക്ക് മക്കളെ തല്ലാൻ അർഹതയില്ല, വാപ്പയ്ക്ക് മക്കളെ ഉപദേശിക്കാൻ അർഹതയില്ല. വഅദ് കേൾക്കുന്ന പെങ്ങളെ, മോളെ നിസ്കരിക്കടി എന്ന് പറയാൻ ഉമ്മയ്ക്ക് അവകാശമില്ല. കാരണം ഉമ്മ നിസ്കരിക്കാറില്ല, വാപ്പ നിസ്കരിക്കാറില്ല. മക്കളെ തല്ലാൻ പോയാ മക്കള് പറയും, വാപ്പ ആദ്യം ഒന്ന് പള്ളിയിൽ പോക്, ഉമ്മ വന്ന് നിസ്കരിക്കും, പിന്നെ എന്നെ ഉപദേശിക്കാൻ പാ. ഇതാടോ ഇന്ന് വീടിന്റെ അവസ്ഥ. പടച്ചവനെ, അല്ലാഹു പറയുകയാണ്, നിസ്കരിക്കടോ. മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമടാ ചെറുപ്പക്കാരാ.
മോനെ നിസ്കാരം മുടക്കുന്നത് ജോലിയുടെ പേര് പറഞ്ഞിട്ടാ, നിന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടല്ലേ നീ നിസ്കാരം മുടക്കുന്നത്? എങ്കിൽ അല്ലാഹു പറയുകയാ മരിക്കുന്ന കാലം വരെ തരാ നിസ്കരിക്ക ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിസ്കാരം കളയാക്കല്ലേ, നിസ്കാരം കളയാക്കല്ലേ. വഖത്തിൽ തന്നെ നിസ്കരിക്ക്, വഖത്തിൽ തന്നെ നിസ്കരിക്ക്. കരി പറ്റിയാലും കറി പറ്റിയാലും മോളെ ഓടിച്ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് ഒന്നുപെടുത്തിട്ട് നിസ്കരിക്കുമ്മ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് സമയം. നിനക്ക് തോന്നുന്ന സമയത്ത് ചെയ്യാനുള്ളതല്ല നിസ്കാരം. അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് സമയം. ആ സമയത്ത് വേണം നിസ്കരിക്കാൻ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ ഭക്ഷണം തരാ. ഇനി എന്തേ വേണ്ടത്? ഉസ്താദേ നല്ല മരണം വേണം, നല്ല മരണം വേണം. എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. പൈസ കൊടുക്കണ്ട വാപ്പാ, കഷ്ടപ്പാടില്ല ചെറുപ്പക്കാരാ. നിസ്കരിച്ചാൽ വൽആഖിബത്തു ലിത്തഖ്വാ. നിനക്ക് ഞാൻ നല്ല മരണം തരാ. അല്ലാഹു പറയുകയാ നല്ല മരണം വേണോ? നല്ല മരണം വേണോ? നിസ്കരിക്കുന്നവർക്ക് നല്ല മരണമുണ്ടോ? അല്ലാഹുവേ, സമസ്തയുടെ പണ്ഡിതന്മാര് ഓരോ പണ്ഡിതന്മാരുടെയും മരണം പറയുമ്പോ ചെറുപ്പക്കാരാ അറിയണമടാ പൊന്നുമോനെ. SKSSFന്റെ പ്രവർത്തകരോട് മക്കളെ കൂടെ കൂടിക്കോ, ആ ചെറുപ്പക്കാരുടെ കൂടെ കൂടിക്കോ. നിനക്കറിയുമോ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം എന്താ? പടച്ചവനെ, ശംസുലമ മഹാനബികളുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവിടെ മുതൽ പറഞ്ഞ അവരുടെ മരണം കേട്ടാ കൊതിക്കുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ച് ബാങ്കിന്റെ ജവാബ് പറഞ്ഞു അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ജവാബ് പറഞ്ഞു പോയവരില്ലേ, മറക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവേ, ഓരോ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ മരണം പറയുമ്പോഴും ചെറുപ്പക്കാരാ കൊതി തോന്നിയിട്ടുണ്ട് പൊന്നുമോനെ.